നമസ്കാരം. 1983 കാലഘട്ടം തരങ്കിണിയുടെ അയ്യപ്പ ഭക്തി ഗാനങ്ങളിലൂടെ ആലപ്പി രംഗനാഥ് സംഗീത പ്രേമികൾക്കിടയിൽ ചർച്ചയാകുന്ന കാലം. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഒരു കൂട്ടം മലയാളികൾ ചേർന്ന് ഒരു അയ്യപ്പ ഭക്തിഗാനം ഒരുക്കാൻ തീരുമാനിച്ചപ്പോൾ മറ്റൊരു സംഗീത സംവിധായകനെ കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. എല്ലാ സ്വാതന്ത്ര്യവും അവർ ആലപ്പി രംഗനാഥിന് നൽകി. പാട്ടു നന്നാകണം, അത്രമാത്രം. പ്രേക്ഷകർ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കാത്തിരിക്കുന്ന നാളുകളാണത്. ആ ബോധവും ഉത്തരവാദിത്വവും കുറച്ചൊന്നുമല്ല അദ്ദേഹത്തെ ആശങ്കയിലാഴ്ത്തിയത്. എല്ലാം അയ്യപ്പനിൽ അർപ്പിച്ച് പ്രാർത്ഥനയോടെ ആലപ്പി രംഗനാഥ് പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി. ഗായകരായി പല പേരുകളും വന്നുപോയെങ്കിലും പുതിയൊരു ശബ്ദത്തിനായി രംഗനാഥ് കാത്തിരുന്നു. കേരളത്തിൽ യേശുദാസ് ആണെങ്കിൽ തമിഴിൽ SP ബാലസുബ്രഹ്മണ്യം എന്ന് സംഗീതാസ്വാദകർ പറഞ്ഞ് ആഘോഷിക്കുന്ന കാലം. SPB മലയാളത്തിൽ വന്നൊരു ഭക്തിഗാനം പാടിയാൽ പുതുമയ്ക്കൊപ്പം അത് മാർക്കറ്റിംഗിനും സഹായകമാകുമെന്ന കണക്കുകൂട്ടലിൽ രംഗനാഥ് SPBയെ നേരിൽ കണ്ട് കാര്യം ബോധിപ്പിച്ചു. അയ്യപ്പൻ പാട്ടെന്ന് കേട്ടപ്പോൾ SPBക്ക് താല്പര്യമൊക്കെ തോന്നിയെങ്കിലും മലയാളം പഠിച്ചെടുത്ത് പാടാനുള്ള സമയം തികയില്ലെന്ന് കണ്ടതോടെ അദ്ദേഹം പിന്മാറി. ഇനി ആരെന്ന ചിന്തയിൽ മദ്രാസിൽ തലപുകഞ്ഞിരുന്നു ആലപ്പി രംഗനാഥ്. എവിടെ നിന്നോ കേട്ട ഒരു തമിഴ് പാട്ടിൽ നിന്നും ഇളയരാജ എന്ന പേര് ആലപ്പി രംഗനാഥ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കേട്ടവരൊക്കെ ഒന്ന് ഞെട്ടി. തമിഴിൽ ഇളയരാജയുടെ നല്ല കാലമാണത്. മലയാളിക്കും പരിചിതമായ വ്യക്തിത്വം. എന്തുകൊണ്ടും ഇളയരാജ നല്ലൊരു തീരുമാനമാണെന്ന് രംഗനാഥ് തന്നെ വിധിയെഴുതി. ഇനി അങ്ങനെ കൂടി സമയം കളയേണ്ടെന്ന് കൂടെ നിന്നവരടക്കം പറഞ്ഞെങ്കിലും രംഗനാഥ് അത് വിട്ടുകളഞ്ഞില്ല. അടുത്ത ദിവസം തന്നെ രാജയെ കാണാനായി തീരുമാനം. തരങ്കിണിയിൽ വച്ചു കണ്ടുള്ള പരിചയമാണ് ഇളയരാജയുമായി രംഗനാഥിന് ആകെയുള്ളത്. രംഗനാഥിന്റെ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് പരിചിതവുമാണ്. ചില കൂടിക്കാഴ്ചകളിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ആലപ്പി രംഗനാഥ് ഇളയരാജയെ കാണാൻ തീരുമാനിച്ചത്. പ്രസാദ് സ്റ്റുഡിയോയിൽ ആലപ്പി രംഗനാഥ് എത്തുമ്പോൾ ചില സിനിമാ ഗാനങ്ങളുടെ കമ്പോസിംഗ് തിരക്കിലാണ് ഇളയരാജ. പതിവില്ലാതെ കാണാൻ ആലപ്പി രംഗനാഥ് എത്തിയത് എന്തിനെന്ന കൗതുകം കൊണ്ടാകാം ഇളയരാജ അദ്ദേഹത്തിനു വേണ്ടി സമയം മാറ്റിവെച്ചു. വേഗം തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. സൗഹൃദം പുതുക്കൽ മാത്രമെന്ന് കരുതിയ ഇളയരാജ ആലപ്പി രംഗനാഥിന്റെ ആവശ്യം കേട്ട് ഞെട്ടാതിരുന്നില്ല. അയ്യപ്പ ഭക്തിഗാനം പാടുക, അതും മലയാളത്തിൽ. ഇളയരാജ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും മുൻപ് രംഗനാഥ് പോകാൻ എഴുന്നേറ്റു. എപ്പോഴാണ് പാടാൻ വരുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്നായി രംഗനാഥിന്. ഇളയരാജ ഒന്ന് ആലോചിച്ചു. ആലപ്പി രംഗനാഥിന്റെ അയ്യപ്പൻ പാട്ടല്ലേ, മോശമാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത ദിവസം തന്നെ ഞാൻ വരും. ഇളയരാജ രംഗനാഥിന്റെ കൈപിടിച്ച് ഉറപ്പു നൽകി. മദ്രാസിലെ ഹമീർ സ്റ്റുഡിയോയിൽ അടുത്ത ദിവസം തന്നെ രാജ എത്തുമെന്ന് ആലപ്പി രംഗനാഥ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ വ്രതശുദ്ധിയോടെ ക്ഷേത്ര ദർശനവും നടത്തി അദ്ദേഹം സ്റ്റുഡിയോയിലെത്തി. മലയാളം പാടുന്നതിന്റെ തെല്ലു പരിഭ്രമം രാജയുടെ മുഖത്തുണ്ടായിരുന്നെങ്കിലും രംഗനാഥ് ധൈര്യം പകർന്നു. സ്റ്റുഡിയോയിലേക്ക് കയറും മുൻപ് ഇളയരാജ രംഗനാഥിനെ രഹസ്യമായി അരികിലേക്ക് വിളിച്ചു. മലയാളം പാട്ട് എല്ലാം ഉങ്ങളുടെ കയ്യിലാ. അല്ല രാജ, ഇത് അയ്യപ്പൻ പാട്ട്, എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും. രംഗനാഥിന്റെ അപ്രതീക്ഷിതമായ ആ മറുപടിയിൽ രാജയും അലിഞ്ഞു. കന്യമല ഏറി വരുന്നേ, കന്നിക്കെട്ടും താങ്ങി വരുന്നേ, നിൻ തരുവടി ശരണം ശരണം. ആലപ്പി രംഗനാഥ് പാട്ട് പാടിക്കൊടുത്തു. ഇളയരാജ തൊഴുകൈകളോടെ അത് കേട്ടിരുന്നു. സർ, ഇത് പ്രാർത്ഥനാ ഗീതം മാതിരി, അവളോ പ്രമാദമായി ഇറുക്ക്. ഇളയരാജയുടെ ആദ്യ കമന്റും വന്നു. സംഗീതം ജീവിതമായി കണ്ട ഇളയരാജയെ കൊണ്ടോ പാട്ട് പഠിച്ചെടുക്കാൻ താമസം? അതിവേഗത്തിൽ അദ്ദേഹം പാട്ട് പാടി റെക്കോർഡ് ചെയ്തു. തനിക്കും അത് ജീവിതത്തിലെ ധന്യ നിമിഷങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് ആലപ്പി രംഗനാഥ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അത് ജീവിതത്തിലെ ധന്യ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. ഓരോ വാക്കിന്റെയും ഭാവം കൃത്യമായി ചോദിച്ചു പാടാൻ അദ്ദേഹം കാണിച്ച ക്ഷമ അതിശയിപ്പിക്കുന്നതായിരുന്നു. പാട്ട് പാടിക്കഴിഞ്ഞ് ഞാൻ കണ്ടത് റെക്കോർഡിംഗ് റൂമിൽ കണ്ണടച്ച് ധ്യാനനിരതനായി നിൽക്കുന്ന ഇളയരാജയായിരുന്നു. അരികിലേക്ക് ചെന്ന് ഞാൻ അദ്ദേഹത്തെ തട്ടി വിളിക്കുമ്പോൾ അതുവരെ കാണാത്തൊരു ഭാവമായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നതെന്നും ആലപ്പി രംഗനാഥ് പറഞ്ഞു.